Hello friends, Technique Malayalamത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അല്ലെങ്കിൽ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് ഗൂഗിളിന്റെ പിക്സൽ സീരീസിലെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായ ഗൂഗിൾ പിക്സൽ 6a ആണ്. അപ്പോൾ ഇത് ഇന്ത്യയിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൂഗിൾ പിക്സൽ 6ഉം 6 പ്രോയും ഇന്ത്യയിലോട്ട് വന്നില്ല. അതിന് പകരം ഗൂഗിൾ പിക്സൽ 6a ആണ് ഇന്ത്യയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലും ഗൂഗിളിന്റെ ടെൻസർ ചിപ്പാണ് വരുന്നത്, 5 നാനോമീറ്റർ ചിപ്പാണ് വരുന്നത്. പക്ഷേ ഇതിന്റെ പ്രൈസിങ് ഡെഫിനറ്റ്ലി കുറച്ച് കൂടുതലാണ്. ഇന്ത്യയിൽ 43,999 ആണ്, അതായത് 44,000 ആണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ മിസ്സിംഗ് ഉണ്ട്. അത് എന്തൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ ക്യാമറ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ആസ്പെക്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം ഗൂഗിൾ പിക്സൽ ഡിവൈസസിൻ്റെ ക്യാമറ ഒരു ഡിഫറെൻറ്റ് ലെവലാണ്. അപ്പോൾ ഇതിൻ്റെ ക്യാമറ എത്രത്തോളം നല്ലതാണ്, ഇതിൻ്റെ ഒരു ക്വാളിറ്റിയും എല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യുന്നതാണ്. ഇതൊരു അൺബോക്സിംഗ് മാത്രമാണ്, ഡീറ്റെയിൽ റിവ്യൂ നമ്മൾ പിന്നീട് പോസ്റ്റ് ചെയ്യാം. ജസ്റ്റ് ഫ്ലിപ്കാർട്ട് ഇപ്പോൾ ഡെലിവറി ചെയ്തോളൂ. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്, റീറ്റെയിൽ യൂണിറ്റ് ആണ്, ഇത് റിവ്യൂ യൂണിറ്റ് അല്ല. അപ്പോൾ ഓൾമോസ്റ്റ് 44,000 റുപ്പീസ് കൊടുത്ത് നമ്മൾ മേടിച്ചതാണ്. അപ്പോൾ അൺബോക്സ് ചെയ്യാം നമുക്ക്. അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ആ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഗൂഗിൾ പിക്സൽ 6ന്റെ അൺബോക്സിംഗിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് ഗൂഗിൾ പിക്സൽ 6a. ഞാൻ മേടിച്ചത് വൈറ്റ് കളറാണ്, ഒരു ഗ്രേ കളറും കൂടിയുണ്ട്. ഇതിൻ്റെ കളറിൻ്റെ പേര് ചോക്ക് എന്നാണ് കളറിൻ്റെ പേര്. അപ്പോൾ വൈറ്റ് കളറാണ്. അപ്പോൾ ടീം പിക്സൽ എന്ന് എഴുതിയാണ് ഗൂഗിൾ പിക്സൽ 6. വളരെ കോമ്പാക്ട് ബോക്സ് ആണ്. അപ്പോൾ നമുക്കറിയാം ചാർജർ ഇല്ല, നമുക്ക് ഒബ്വിയസ്ലി അറിയാം. അപ്പോൾ ഇത് ഒരു വേരിയൻറ്റിൽ വരുന്നുള്ളൂ. ആക്ച്വലി 2 കളേഴ്സ് അവൈലബിൾ ആണ്. ഇത് 6GB റാമും 128GB സ്റ്റോറേജുമാണ് വരുന്നത്. ഒറ്റ വേരിയൻ്റേ ഉള്ളൂ, 2 കളറാണ്. അപ്പോൾ നമുക്ക് ബോക്സ് തുറക്കാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ ആദ്യം നമുക്ക് കിട്ടുന്നത് ഗൂഗിൾ പിക്സൽ 6a ആണ്. കണ്ടില്ലേ, വളരെ കോമ്പാക്ട് ഫോം ഫാക്ടറാണ്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. വളരെ ചെറിയൊരു ഫോണാണ് ആക്ച്വലി. അപ്പോൾ ഇതിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വലിയ ഫോൺസ് ഇഷ്ടപ്പെടുന്നവർ കുറേ പേരുണ്ട്, പക്ഷേ ചെറിയ ഫോൺസ് കിട്ടുന്ന ഇഷ്ടപ്പെടുന്നവർ അവർക്ക് അധികം ഫോൺസ് ഓഫറിംഗ് ഇല്ല. ഇപ്പോൾ അടുത്തിറങ്ങിയ ഏസൂസിൻ്റെ 8C ഒരു സ്മോളർ ഫോം ഫാക്ടർ ഡിവൈസ് ആയിരുന്നു. ഇവിടെയും ആ ഒരു കോമ്പാക്ട് ഫോം ഫാക്ടർ നമുക്ക് കാണാം. പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു ചാർജിങ് കേബിളാണ്, USB Type-C to Type-C ചാർജിങ് കേബിളാണ്. പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു USB Type-C to A അഡാപ്റ്ററാണ്. പെൻ ഡ്രൈവ് ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള OTG അഡാപ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത് ഒരു സിം ഇജക്റ്റർ പിന്നാണ്. അതേപോലെ ബാക്കി എന്താ നോക്കാം, മാനുവൽ ആൻഡ് വാറൻറ്റി ഇൻഫർമേഷനാണ്. അതുണ്ടല്ലേ, വളരെ സിമ്പിളായ ഒരു മാനുവലും വാറൻറ്റി ഇൻഫർമേഷനുമാണ് കൊടുത്തിരിക്കുന്നത്. ഹാർഡ്വെയർ സപ്പോർട്ട്, അങ്ങനെ ബാക്കി ഡീറ്റെയിൽസ് ഒന്നുമില്ല. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഫോണൊന്ന് ബൂട്ട് ചെയ്യാം. ഫോൺ ബൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ആസ്പെക്ട്സ് ഒന്ന് നോക്കാം. ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു 8 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറ വരുന്നുള്ളൂ. പിന്നെ അതേപോലെ ബെസൽസ് കുഴപ്പമില്ല. താഴത്തെ ബെസൽസ് വളരെ മിനിമലാണെന്ന് വേണമെങ്കിൽ പറയാം. എങ്കിലും അത്രയ്ക്കൊരു സ്ലിമ്മ ബെസൽസ് ഒന്നുമല്ല. വെൽക്കം ടു പിക്സൽ എന്ന് എഴുതിയാണ്. ഇവിടെ നമുക്ക് പവർ ആൻഡ് വോളിയം കീസാണ് കിട്ടുന്നത്. അതേപോലെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. പിന്നെ ബാക്കിൽ നമുക്ക് ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ്. ഇവിടെ 12 മെഗാപിക്സൽ പ്ലസ് 12 മെഗാപിക്സൽ, പ്രൈമറി 12 മെഗാപിക്സൽ, അതേപോലെ അൾട്രാ വൈഡും 12 മെഗാപിക്സലാണ്. പിന്നെ നമുക്കൊരു LED ഫ്ലാഷ് കാണാം. ഇതൊരു ക്യാമറ മോഡ്യൂൾ കണ്ടില്ലേ. പിന്നെ ഇതൊരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്, ഗ്ലാസ് അല്ല, പ്ലാസ്റ്റിക് ആണ്. ഗൂഗിളിൻ്റെ ലോഗോ കാണാം. പിന്നെ നമുക്കിവിടെ സൈഡ് ഫ്രെയിം മെറ്റൽ ചാസിയാണ് കൊടുത്തിരിക്കുന്നത്. അത് നല്ലൊരു ഫീച്ചറാണ്. നല്ലൊരു ഇൻ ഹാൻഡ് ഫീൽ ഡെഫിനറ്റ്ലി നമുക്ക് കിട്ടുന്നുണ്ട്. മെയ്ഡ് ഇൻ വിയറ്റ്നാം എന്ന് എഴുതിയിരിക്കുന്നത്. മുകൾ ഭാഗത്ത് ഓപ്പണിങ്സ് സ്ലോട്ട്സ് ഒന്നുമില്ല. താഴെ നമുക്ക് സ്പീക്കർ യൂണിറ്റ് ആണ്, USB Type-C പോർട്ടാണ്. ഇവിടെ നമുക്ക് സിം ട്രേ ആണ് വരുന്നത്. അപ്പോൾ ഫ്രണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരു 8 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് വളരെ ക്വിക്കായിട്ട് ഇതൊന്ന് സെറ്റപ്പ് ചെയ്യാം. എന്നിട്ട് ബാക്കി ക്യാമറ ഡീറ്റെയിൽസും കൂടെ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന ഒരു ഫുൾ HD റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് ഞാൻ നേരത്തെ പറഞ്ഞാൽ 6.1 ഇഞ്ച് വരുന്നുള്ളൂ. വളരെ കോമ്പാക്ട് ഫോം ഫാക്ടറാണ്. ഗോറില്ല ഗ്ലാസ് സപ്പോർട്ടും ഉണ്ട്. ഗോറില്ല ഗ്ലാസ് 3 ആണ് സപ്പോർട്ട്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറഞ്ഞാൽ ഇതിൽ വെറും സ്റ്റാൻഡേർഡ് 60 Hz റിഫ്രഷ് റേറ്റേ വരുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഹയർ റിഫ്രഷ് റേറ്റ് ഓപ്ഷൻ തന്നെ ഇല്ല. അപ്പോൾ അതൊരു ഡെഫിനറ്റ്ലി ഒരു പോരായ്മ. കാരണം 44,000 രൂപ കൊടുത്ത ഫോണിന് സ്റ്റാൻഡേർഡ് 60 Hz റിഫ്രഷ് റേറ്റ് ഉള്ളൂ എന്നുള്ളത് വലിയൊരു പോരായ്മ തന്നെയാണ്. ഡെഫിനറ്റ്ലി അതൊരു എന്താ പറയുക, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് ഡെഫിനറ്റ്ലി. ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഒബ്വിയസ്ലി ഇതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ആണ്. ഗൂഗിൾ പിക്സൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ്സ് കിട്ടുന്നുള്ളതാണ്. അപ്പോൾ സോഫ്റ്റ്വെയറിലേക്ക് പോകാം. അതിന് മുമ്പ് ഡിസ്പ്ലേനെ കുറിച്ച് ഒന്നുകൂടെ പറയാം. അപ്പോൾ ഡിസ്പ്ലേ ഞാൻ നോക്കുമ്പോൾ നല്ലൊരു ടച്ച് റെസ്പോൺസ് ഒക്കെയാണ്. ഇതിനകത്ത് OLED HDR ഡിസ്പ്ലേ ആണ് വരുന്നത്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്. 429 പിക്സൽസ് per inch ആണ് ഡെൻസിറ്റി വരുന്നത്. ഡിസ്പ്ലേ ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ പോരായ്മ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹയർ റിഫ്രഷ് റേറ്റ് ഇല്ല എന്നുള്ളതാണ്.
അപ്പോൾ ഇനി നമുക്ക് സെറ്റിങ്സിലൊന്ന് പോകാം, സോഫ്റ്റ്വെയർ ആസ്പെക്ട്സ് നോക്കാം. അപ്പോൾ എബൌട്ട് ഫോൺ Pixel 6a, പിന്നെ നമുക്ക് ഇവിടെ കിട്ടുന്ന Android 12 ആണ്. ഇത് എത്രയും പെട്ടെന്ന് തന്നെ Android 13 കിട്ടുന്നതാണ്. അപ്പോൾ വളരെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ്. ഒബ്വിയസ്ലി പിക്സൽ ഡിവൈസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്. ഇവിടെ നമുക്ക് വളരെ സ്റ്റോക്ക് ആൻഡ് ക്ലീൻ ആൻഡ്രോയിഡ് ആണ്. ആക്ച്വലി വേറെ തേർഡ് പാർട്ടി ആപ്സ് ഒന്നും തന്നെ ഇവിടെ പ്രീ ഇൻസ്റ്റാൾഡ് പോലുമല്ല. അപ്പോൾ അതൊരു നല്ല ആസ്പെക്റ്റ് ആണ്, കാരണം നമുക്ക് വളരെ ക്ലീൻ ആൻഡ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്ന വേരിയൻറ്റ് അറൗണ്ട് 128 GB സ്റ്റോറേജ് ആണ് വരുന്നത്, പിന്നെ 6 GB റാമാണ് വരുന്നത്. അപ്പോൾ സിസ്റ്റം ഡിവൈസസിൽ ബാക്കിയെല്ലാം തന്നെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുന്നത്. ഇൻ ഹാൻഡ് ഫീൽ നല്ലതാണ്, വളരെ കോമ്പാക്റ്റ് ഡിവൈസാണ്. അതായത് ഒരു പ്രത്യേകത, ഡെഫിനറ്റ്ലി അതൊരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ്. വളരെ കോമ്പാക്റ്റ് ഡിവൈസ് എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറയിൽ പോവാം. ക്യാമറ നമുക്കറിയാം 12 MP ആണ്, ഗൂഗിളിൻ്റെ ക്യാമറ UI ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ റെക്കോർഡിംഗ് ഒന്ന് നോക്കാം. ഇതിനകത്ത് ഓപ്ഷൻസ് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഫുൾ HD ഉണ്ട്, 4K സപ്പോർട്ട് ഉണ്ട്, 4K 60 FPS സപ്പോർട്ടഡ് ആണ്, ഫ്ലാഷ് സപ്പോർട്ടഡ് ആണ്. പിന്നെ നമുക്ക് ടൈം ലാപ്സ്, സ്ലോ മോഷൻ, ക്യാമറ, പിന്നെ മോഡ്സ് എടുത്തു കഴിഞ്ഞാൽ ലെൻസ്, ഫോട്ടോസ്ഫിയർ, അങ്ങനത്തെ പോർട്രേറ്റ് ഓപ്ഷൻ, നൈറ്റ് സൈറ്റ്, ഇത്രയും ബേസിക് ഓപ്ഷൻസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ക്യാമറ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസും കൂടി കാണാം. അപ്പോൾ ഇതെല്ലാം Pixel 6 എന്നെടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ക്യാമറ. എങ്കിൽ നമ്മൾ കൂടുതൽ ടെസ്റ്റ് ചെയ്ത് പറയാം എത്രത്തോളം നല്ലതാണ് ഈ കോമ്പറ്റീഷൻ. അതായത് പ്രത്യേകിച്ച് ഈ പ്രൈസ് സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ 45,000 രൂപയ്ക്ക് ഒരുപാടധികം പുതിയ ഫോൺസ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് എത്രത്തോളം നല്ല എന്നുള്ളത് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ വിശദമായി പിന്നീട് ടെസ്റ്റ് ചെയ്ത് പറയാം. ഇതെല്ലാം Pixel 6 ചെയ്യുന്നിടത്ത് ക്യാമറ സാമ്പിൾസ് ആണ്. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നമുക്ക് ഇവിടെ കിട്ടുന്നത് ഗൂഗിളിൻ്റെ ടെൻസർ ചിപ്പാണ്, 5 nm ചിപ്പാണ്. അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് പ്രോബ്ലി ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 870നെക്കാളും കുറച്ചും കൂടി മുൻനിരയിൽ നിൽക്കുന്ന പ്രോസസ്സറാണ്. എങ്കിലും സ്നാപ്ഡ്രാഗൺ 888 അത്ര ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് രണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ചിപ്പായിട്ട് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. ഡെഫിനറ്റ്ലി 870നെക്കാളും പവർഫുള്ളാണ്. ഇതിനകത്ത് പിന്നെ UFS 3.1 സ്റ്റോറേജ് സപ്പോർട്ടും LPDDR5 റാമുമാണ് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യത്തിലൊക്കെ തന്നെ കാര്യമായ പ്രോബ്ലംസ് ഒന്നുമില്ല. പിന്നെ വേറെ കാര്യം ഇത് ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഒക്കെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതാണ് പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. ഇനി നമുക്കിവിടെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ ബാറ്ററി നമുക്ക് കിട്ടുന്നത് 4410 mAh ബാറ്ററിയാണ്. 18 watt ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്ത്, പവർ ഡെലിവറി ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. പവർ ഡെലിവറി 3.0 ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗൂഗിൾ Pixel 6a. അപ്പോൾ ഇത് 2 കളേഴ്സിലാണ്, എനിക്ക് തോന്നുന്നു 2-3 കളേഴ്സിലാണ്. ഇന്ത്യയിൽ ആക്ച്വലി 2 കളേഴ്സേ ഉള്ളൂ, ചാർക്കോളും ചോക്കും. 2 കളേഴ്സ് മാത്രമേ ഉള്ളൂ. ചാർക്കോൾ എന്ന് പറഞ്ഞാൽ ഗ്രേ ആണ്, ചോക്ക് എന്ന് പറഞ്ഞാൽ വൈറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളർ ഇഷ്ടപ്പെട്ടു വെച്ചാൽ നിങ്ങൾ കമൻസിൽ പറയാം. എനിക്ക് വൈറ്റ് ആണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്, അത് കാരണം ഞാൻ വൈറ്റ് ആണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗൂഗിൾ Pixel 6a. അപ്പോൾ ഗൂഗിൾ Pixel 6a ആണ് നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്തത്. ഇതൊരു ഗൂഗിളിൻ്റെ പ്രീമിയം ഡിവൈസാണ്, നമുക്ക് ഡെഫിനറ്റ്ലി അറിയാം. പക്ഷേ കുറച്ചും കൂടെ ഹയർ പ്രൈസ്ഡ് ആണ്. ഡെഫിനറ്റ്ലി 44,000 രൂപയ്ക്ക് വേർത്ത് അല്ല എന്നാണ് എൻ്റെ പ്രൈമറി അനാലിസിസ്. ഒബിയസ്ലി ഗൂഗിൾ Pixel ഡിവൈസസ് നമ്മുടെ നാട്ടിൽ എപ്പോഴും തന്നെ പ്രൈസ് കൂടുതലായിട്ടാണ് ഇറങ്ങിയത്. ഈവൻ പിക്സൽ മുമ്പ് ഇറങ്ങിയ പിക്സലൊക്കെ തന്നെ ഹയർ പ്രൈസ്ഡ് ആണ്, വാല്യൂ ഫോർ മണി ഡിവൈസസ് അല്ല. പക്ഷേ അതൊരു പ്രീമിയം എക്സ്പീരിയൻസ് ആണെന്നാണ് ഗൂഗിൾ എപ്പോഴും പറയുന്നത്. എന്താ വെച്ചാൽ അപ്ഡേറ്റ്സ് പെട്ടെന്ന് കിട്ടുന്നത്. പക്ഷേ ഇപ്പോൾ അതിനും വെല്ലുന്ന അപ്ഡേറ്റ്സ് ഒക്കെ കൊടുക്കുന്ന പല ബ്രാൻഡ്സും ഉണ്ട്. ഇപ്പോൾ സാംസങ് അതേപോലെ തന്നെ പ്രോമിസ് ചെയ്യുന്നുണ്ട്, 4 years ഒക്കെ അപ്ഡേറ്റ്സ് പ്രോമിസ് ചെയ്യുന്നുണ്ട്. അതേപോലെ പ്രോസസ്സറിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇതിലും ബെറ്ററായ പ്രോസസ്സറൊക്കെ നമുക്ക് ഈ പ്രൈസ് സെഗ്മെന്റിൽ കിട്ടുന്നുണ്ട്. ക്യാമറ ഇപ്പോൾ തന്നെ പല ഡിവൈസിലും പിക്സലിനേക്കാളും ബെറ്ററായ ക്യാമറാസ് ഇറക്കുന്നുണ്ട്. അപ്പോൾ ബെറ്റർ ആണോ എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും പിക്സൽ കുറേ കൂടെ ഔട്ട്ഡേറ്റഡ് ആയി തുടങ്ങി. പ്രത്യേകിച്ച് 60 Hz റിഫ്രഷ് റേറ്റ് നമുക്ക് കൂടെ കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അറിവിൽ ഏറ്റവും വലിയ പോരായ്മ ഇതിൻ്റെ. കാരണം നമ്മളിപ്പോൾ എല്ലാ ഡിവൈസിലും സ്റ്റാൻഡേർഡ് ബഡ്ജറ്റ് ഡിവൈസിലും 90 Hz വന്നു തുടങ്ങി. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ ഒരു പുതിയ ഡിവൈസിൽ വരുമ്പോൾ 90 120 നമ്മൾ വെറും 60 വരുന്നത്. അതൊരു ഡെഫിനറ്റ്ലി എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യമായിട്ട് തന്നെ പറയാം. ബാക്കി ഡീറ്റെയിൽസ് റിവ്യൂ ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ പറയാം എങ്ങനെയുണ്ട് നമ്മുടെ എക്സ്പീരിയൻസ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്, മേടിക്കാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു ഗൂഗിൾ Pixel 6a ഒരു അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നപ്പോൾ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.